ഹായ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മയോണൈസ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസ് തന്നെയാണ്. ഇത് നമുക്ക് ബർഗറിൻ്റെ കൂടെയും നമ്മുടെ മന്തിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിവിടെ 3 കോഴിമുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെള്ളം മാത്രമല്ല ഉണ്ണിയും കൂടെ എടുത്താണ് ഇത് മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 മുട്ട ഇതുപോലെ ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ച് ഒഴിക്കുക ആദ്യം. നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് 2 ദിവസമൊക്കെ ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ 3 മുട്ട ഇതുപോലെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 ചെറിയ വെളുത്തുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഈ ഒരു 3 മുട്ട റെസിപ്പിക്ക് 2 ചെറിയ വെളുത്തുള്ളി മാത്രം മതി. അപ്പോൾ ഒത്തിരി നമുക്ക് വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഒത്തിരി വേണ്ട. അപ്പോൾ നമ്മുടെ ഈ മിക്സ് ചെയ്തേണ്ട ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് അതിൻ്റെ വെള്ളമയൊക്കെ തുടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു മുട്ടയും ഉണ്ണിയും എല്ലാം അതിനകത്ത് ഇട്ട് കൊടുക്കാവൂ. അതിനുശേഷം 2 ചെറിയ വെളുത്തുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രം ആദ്യം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം 1/2 ടീസ്പൂണ് പഞ്ചസാര, പിന്നെ 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ. ഇത് നമ്മൾ 4 പ്രാവശ്യമായിട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇത് പൾസ് ചെയ്ത് അരച്ചതിന് ശേഷം വീണ്ടും മൊത്തം 16 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇതുപോലെ മിക്സിയുടെ ബാക്ക് ബട്ടൺ ഇല്ലേ, ഇതുപോലെ ബാക്ക് ബട്ടൺ ഇതുപോലെ നമുക്ക് ബാക്കിലോട്ട് ചെയ്യുമ്പോൾ പൾസ് ചെയ്ത് കൊടുത്താൽ മതി. 30 സെക്കൻഡ് വീതമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നല്ലതായിട്ട് ഇത് പതഞ്ഞ് കിട്ടും. നല്ലതായിട്ട് ഇതുപോലെ ഫസ്റ്റ് ടൈം ഇതുപോലെ പതഞ്ഞ് കിട്ടി. ഇനി വീണ്ടും നമ്മൾ 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അതുപോലെ പൾസ് ചെയ്ത് അരച്ചെടുക്കുക. നമ്മൾ ഫസ്റ്റ് ബട്ടൺ സെക്കൻഡ് ബട്ടൺ ഇട്ട സാധാരണ അരി അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കരുത്. ഇതുപോലെ പൾസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ലതായിട്ട് പതഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ 4 പ്രാവശ്യം ചെയ്ത് കൊടുത്തിട്ടും ഇനി വീണ്ടും ചൂടെ നല്ലതായിട്ട് പതഞ്ഞ് കിട്ടണമെങ്കിൽ പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഇതുപോലെ പൾസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം 2ാമത്തെ പ്രാവശ്യം ആകുമ്പോൾ നമുക്ക് ഇത്രയും ഉണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 4 ടൈം ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുക. 4 പ്രാവശ്യം ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് അരച്ചെടുത്താൽ ഞാൻ 4 പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസാണ്. ഇത് ഉറപ്പായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഈ മുട്ടയുടെ വെള്ളം മാത്രം എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിവാക്കുക. ഞാനിവിടെ ഉണ്ണിയും കൂടെ ഇട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2 ദിവസം 3 ദിവസം വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കാം. കാരണം ഇത് ചിലപ്പോൾ നമ്മൾ ഈ മുട്ട ബോയിൽ ചെയ്ത് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് പച്ചയായിട്ടുള്ള ഇതായതുകൊണ്ട് ഇതുപോലെ നമ്മൾ മയോണൈസ് ആക്കുന്നതായതുകൊണ്ട് ഒരു 2 ദിവസം കൂടി ചിലപ്പോൾ ഇരുന്നാൽ ചിലപ്പം കേടാവും. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മൾ കഴിച്ച് തീർക്കണം കേട്ടോ. അത്രയ്ക്കുള്ള സാധനങ്ങളെ ഉണ്ടാക്കാവും, അല്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആയി പോവും. ഇപ്പോൾ 2 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലെ നമുക്ക് വീട്ടിൽ തേണ്ട 5 മിനിറ്റത്തെ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ പൾസ് ചെയ്ത് എടുക്കുക. കണ്ടോ, ഇതുപോലെ പൾസ് ചെയ്ത് പതപ്പിച്ചെടുക്കുക. അപ്പം നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ ഒരു വീട്ടിലൊക്കെ പിള്ളേർക്കും എല്ലാവർക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റി റെസിപ്പി തന്നെയാണ്. അപ്പം ഞാൻ 4 പ്രാവശ്യം മാത്രമേ പൾസ് ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് നല്ലതായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതൽ ഇച്ചിരൂടെ നമുക്ക് പതഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരൂടെ നമുക്ക് പൾസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു പരുവത്തിൽ നമുക്ക് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നമ്മുടെ ചാനലിൻ്റെ താഴെ അറിയിക്കുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഉറപ്പായിട്ടും കുക്ക് ചെയ്ത് നോക്കണേ. താങ്ക് യു.